മക്കളെ, ഒരു എഞ്ചിനീയർ ആവുക എന്നുള്ളതാണോ നിങ്ങളുടെ ലക്ഷ്യം എന്നവിടെ വായോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഞങ്ങൾ SLC കഴിഞ്ഞപ്പോൾ +1 കയറാൻ നിൽക്കുന്നുള്ളൂ, അപ്പോഴേ ഞങ്ങൾ ഈ ഫീൽഡിനെ പറ്റിയിട്ടൊക്കെ അറിയണം മക്കളെ. നമ്മൾ ഇനി മുതലാണ് ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട്, നിങ്ങളുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത് ഇനി മുതലാണ്. കാരണം ഇനിയാണ് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സയൻസ് ഫീൽഡ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതന്നെ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എൻട്രൻസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ പല എൻട്രൻസുകൾക്കും നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ, എഞ്ചിനീയറിംഗിന് തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കും, സാറേ ബയോസയൻസ് തന്നെയാണ് എടുക്കേണ്ടത്? അല്ല മക്കളെ, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന സയൻസ് എടുത്താൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതെന്തായാലും നിങ്ങൾ സയൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, സയൻസ് സ്ട്രീമിൽ ഈ ഒരു 3 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്തായാലും. എന്നാൽ നമുക്കൊരു എഞ്ചിനീയർ ആവാൻ പറ്റും അല്ലേ? നമുക്കറിയാലോ, നമ്മുടെ ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ നമ്മുടെ നാട്ടുകാരനാണല്ലേ. IIT എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പോയ ഒരാളാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മണിക്കൂറിലെ ശമ്പളം കേട്ടാൽ, മിനിറ്റിലെ ശമ്പളം കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ അത്രയും സാലറി ഉള്ള, അത്രയും അടിപൊളിയായിട്ടുള്ള ജോബ്. എന്തൊക്കെ പറഞ്ഞാലും സാലറി തന്നെയാണ് മെയിൻ അല്ലേ? നമ്മുടെ ആഗ്രഹം പ്ലസ് സാലറി, അത് തന്നെയാണ് നമ്മളെ ജോലി ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് താല്പര്യമുള്ളവരാണെങ്കിൽ ആദ്യം ഞാൻ എങ്ങനെയാണ് അത് ആവേണ്ടതെന്നൊക്കെ പറയാം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഇപ്പോൾ ചെയ്ത് തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇനി +1 ഈ സബ്ജക്റ്റ് പഠിക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാക്കി തരും അല്ലേ? സെറ്റ് ആ സെറ്റ് അല്ല കേട്ടോ, നിങ്ങൾ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട്, അതൊന്നും എൻട്രൻസിൽ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ എൻട്രൻസ് എക്സാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എൻട്രൻസ് എക്സാമിന് MCQs ആയിരിക്കും, അതായത് നമ്മളെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു 10 ക്വസ്റ്റ്യൻ ഒരു 15-20 മിനിറ്റ് സെറ്റ് ചെയ്യുക, ഒരു ദിവസം ടൈമർ വയ്ക്കുക. എന്നിട്ട് ആ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു റിപ്പീറ്റും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാറേ എൻട്രൻസ് എഴുതണം. എൻട്രൻസ് എഴുതുന്നുള്ള ഒരു പ്രിപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ മക്കളെ എന്നും നിങ്ങൾ 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താൽ മതി. 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് +2 കഴിയുമ്പോഴേക്കും 2 കൊല്ലം ഉണ്ട് കേട്ടോ. 2 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സെറ്റായിട്ട് ഏത് എൻട്രൻസ് എക്സാമും നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാവും. അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയിലും ചെയ്ത് നോക്കുക, NCERTs ഒക്കെ വായിച്ച് നോക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പം ചെയ്ത് തുടങ്ങേണ്ടത്. വലുതായിട്ട് അത് ചെയ്യാം, ഫുള്ള് പഠിക്കണം, NCERT ഫുള്ള് വായിക്കണം, നടക്കുന്ന കാര്യമല്ല മക്കളെ. NCERT ഒരു തേങ്ങയും മനസ്സിലാവില്ല ഫസ്റ്റത്തെ വായനയിലൊന്നും. മെല്ലെ വായിക്കുക, ഒന്നും ഒരു തേങ്ങയും മനസ്സിലാവും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആദ്യം ഒന്ന് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവും, പിന്നെ വീണ്ടും വായിക്കുക, സമയം കിട്ടുന്നതിനനുസരിച്ച് വായിക്കുക. ഓക്കെ, എന്നാലേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെയല്ല മക്കളെ. ഇപ്പോൾ പണ്ടൊരു 5000 പേരാണ് എൻട്രൻസിന് എഴുതുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 5 ലക്ഷം പേരെ എഴുതുന്നത്. അതും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹം ഇത് വെക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ, നാളെ ഒന്നും പറയണ്ട, നാളെ പറഞ്ഞെങ്കിൽ നീളെ പോകും അല്ലേ? ഇന്ന് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള ഷെഡ്യൂളിങ്ങും പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ. സമയമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ലൈഫ് എന്നേ ഉള്ളൂ, വിട്ട് കളയരുത്. നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി ആഗ്രഹിക്കുന്ന ശമ്പളത്തിന് ചെയ്യാൻ പറ്റണം കേട്ടോ. അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എഞ്ചിനീയറിംഗ്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് പറയുകയല്ല മക്കളെ, ശ്രദ്ധിച്ചോളൂ. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് അത് പറയാം കേട്ടോ, ബാക്കിയുള്ള ഫീൽഡിനെ പറ്റിയ എല്ലാം സെയിം തന്നെ ആയിരിക്കും. നമുക്ക് എവിടെയായാലും നമുക്ക് ജോബ് ഉണ്ട്. നമ്മൾ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ജോബ് എവിടെയായാലും ഉണ്ട്. ഒരാൾ പോലും പ്ലേസ്ഡ് ആവാത്തതില്ല. ഓക്കെ, അപ്പോൾ സാറ് പ്ലേസ്ഡ് ആയോ മക്കളെ? ഞാൻ എൻ്റെ ഫീൽഡായിട്ടുള്ള ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഞാനും ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് റിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് പറയുകയാണ്, എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാലൻ്റ് ഉണ്ടോ, നമുക്ക് അവിടെ വളരാൻ പറ്റും. ഓക്കെ, ഇനി സാറേ എങ്ങനെയാണ്, ഏതൊക്കെ എക്സാമാണ് ഞങ്ങൾ എഴുതേണ്ടത്, ഏതൊക്കെ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ എക്സാം ആയിരിക്കും ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്? മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു 3 എൻട്രൻസ്, എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് 3 എൻട്രൻസ് കൂടുതൽ, വേറെയും കുറേ എണ്ണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തോന്നിയ ഒരു 3 എക്സാമുകളാണ് നമുക്ക്, എൻട്രൻസ് എക്സാമുകളാണ് ആഫ്റ്റർ +2 നമ്മൾ എഴുതേണ്ടത്. ആഫ്റ്റർ +2 നമ്മൾ ഇതാണ് എഴുതേണ്ടത്. അതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എൻട്രൻസ് എക്സാം ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതിൽ ഞാൻ പറയുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാം ആയിട്ടുള്ള എൻട്രൻസിൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാം ആയിട്ടുള്ള JEE കേട്ടോ, JEE. ഓക്കെ, പിന്നെന്താണ്
കീം, നമ്മുടെ കേരള എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കീം ഉണ്ടായിരിക്കും. പിന്നെ NDA എക്സാം, ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, NDA എക്സാം അല്ലേ. അപ്പോൾ സാറേ ഇത് മിലിറ്ററിക്കുള്ള അല്ലേ? അതെ, ഇത് മിലിറ്ററിയിലേക്കുള്ള എൻട്രൻസ് എക്സാമാണ്. പക്ഷേ നമുക്ക് അവിടെ അക്കാദമിയിലേക്ക് അല്ലേ, നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് സെലക്ഷൻ കിട്ടുന്ന എക്സാമാണിത്. ഇവിടേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കീഴിൽ എന്ത് പഠിക്കാം? എഞ്ചിനീയറിംഗ് പഠിക്കാം, മിലിറ്ററിയിൽ എഞ്ചിനീയർ ആവാം. ഓക്കെ, നേവിയിലും എയർഫോഴ്സിലൊക്കെ നമുക്ക് എഞ്ചിനീയർ ആയിട്ട് കയറാൻ പറ്റും. പല പല അവരുടെ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളുണ്ട്, അത് പഠിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മിലിറ്ററിൻ്റെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അതിന് മെഡിക്കലും ഉണ്ട് കേട്ടോ. ഇതിന് പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. SSB എന്ന് പറഞ്ഞാൽ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഇതിനൊക്കെ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങി, ഇപ്പോഴേ ഇതിന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറയുന്നു 200% മക്കളെ, എൻ്റെ പൊന്നുമക്കൾക്ക് ഇത് അടിച്ചെടുക്കാവുന്നുള്ളൂ. അതിനാണ് ഞാൻ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി സ്റ്റാർട്ട് ചെയ്യണം, ഇനിയാണ് നിങ്ങളുടെ സമയം. ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നോ, ഫുൾ A+ കിട്ടിയോ, ഇതൊന്നും നോക്കൂല ഈ ഒരു 3 എക്സാമിനും. ഇനി നിങ്ങൾ എങ്ങനെയായിരിക്കും, അതാണ് ഈ 3 എക്സാമിൻ്റെയും ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ഫുൾ A+ കിട്ടിയതുകൊണ്ട് ഇവിടെ ഒരു വെയിറ്റേജ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഫുൾ A+ കിട്ടിയത് മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്, അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അത് അടിപൊളി തന്നെയാണ്. പക്ഷേ അതോടെ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയും നിങ്ങൾ തുടരണം, അത്രേ ഉള്ളൂ. നമ്മൾ ജോലി കിട്ടി നമ്മൾ സെറ്റിലാവുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ ജെയിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വെൽ സെറ്റിൽഡ് ആയിട്ട് IIT എടാ മക്കളെ, ഇതാടാ ക്യാമ്പസിൻ്റെ അടിപൊളി. ഞാൻ പണ്ട് ബോംബെ IITയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു DBMSൻ്റെ ഒരു കോഴ്സ്, ഒരു സെമിനാർ പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയ സമയത്ത് അതാടാ ക്യാമ്പസിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റിലെ NIT ആയാലും അതുപോലെ തന്നെ IIT ആയാലും എല്ലാതും അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഓരോരോ വലിയ ഗൂഗിൾ പോലുള്ള വലിയ കമ്പനീസ് വന്നിട്ട് നമ്മളെ കൊണ്ടുപോകാൻ, ഓക്കെ, ഇൻ്റർവ്യൂ ചെയ്തെടുത്ത് കൊണ്ടുപോകാൻ. ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻ്റ് ഒക്കെ നടക്കുന്നത് IITയിലും NITയിലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട, പിന്നെ നിങ്ങൾ നല്ല സെറ്റിൽഡാണ്. ഇവിടെ കിട്ടിയാൽ മതി, ഇവിടെ കയറി കിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ കയറണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, അതാണ് സംഭവം അല്ലേ. അതൊരു പ്രശ്നമാണ് അല്ലേ. അപ്പോൾ JEE എഴുതണമെങ്കിൽ നമ്മൾക്ക് ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഒരുപാട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ JEE എഴുതണം. മെയിൻലി IITയിലും NITയിലും ഒക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് JEE ക്വാളിഫൈ ചെയ്യണം. 2 സ്റ്റെപ്പുകളാണുള്ളത്. JEE മെയിൻ ഉണ്ട്, JEE അഡ്വാൻസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് JEE മെയിൻ ആണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, JEE അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. JEE അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അതിൽ JEE മെയിനിൻ്റെ സ്കോർ നോക്കിയിട്ടാണ് NITസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതാണ് ഇപ്പോൾ NIT, അതിലൊക്കെ അഡ്മിഷൻ നടക്കുന്നത്. പക്ഷേ IITയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അഡ്വാൻസ് കൂടി നോക്കും. അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡുള്ള എക്സാമാണ്, കുറച്ച് പണിയാണ്. നല്ല വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ഹാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒന്നും കൂടി കൂട്ടണം, അത്രേ ഉള്ളൂ. ഇതിന് നിങ്ങൾ 100% ഇരുന്ന് പഠിക്കുന്നെങ്കിൽ 200% ഇരുന്ന് പഠിക്കണം, അത്രേ ഉള്ളൂ. വർക്കൗട്ട് ചെയ്യുക, വെറുതെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. വെറുതെ ക്വസ്റ്റ്യൻസ് ഇട്ട് വർക്കൗട്ട് ചെയ്യുക, MCQs ഇട്ട് വർക്കൗട്ട് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം പഠിച്ച് തുടങ്ങിയാൽ മതി. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ NDAനെ കുറിച്ചില്ലേ, ഞാൻ NDA പറഞ്ഞു തരുന്നായിരുന്നു. NDA എക്സാമിനെ പറ്റി നമുക്കറിയാം, നാഷണൽ ഡിഫൻസ് അക്കാദമി അല്ലേ. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് നടത്തുന്ന എൻട്രൻസ് എക്സാമാണ് NDA എക്സാം എന്ന് പറയുന്നത്. ഇതിൽ 2 പേപ്പറാണുള്ളത്. ഒന്ന് ഇത് 2 സ്റ്റേജാണ്. JEEൻ്റെ നമ്മൾ പറഞ്ഞ 2 സ്റ്റേജ്, ഇത് പാസ്സായിട്ടാണ് ഇത് എഴുതേണ്ടത്, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സെയിം എക്സാമിനെ 2 പേപ്പറായിട്ടാണ് ഉണ്ടാവുക. 2 എക്സാമുകൾ, 2 പേപ്പർ എക്സാം ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ 1ഉം അതുപോലെ തന്നെ ഇത് പേപ്പർ 2 ആയിരിക്കും, ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഇതിൽ GK ഉണ്ടായിരിക്കും, കുറച്ച് കറണ്ട് അഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്സ് ഫസ്റ്റിലാണ്. ഓക്കെ, ഇതാണ് ഉണ്ടാവുക ഈ 2 എക്സാം. ഒരു കൊല്ലത്തിൽ തന്നെ 2 പ്രാവശ്യം നടക്കും. 19 വയസ്സ് സംതിങ് ആണ് എന്ത് ഏജ് ലിമിറ്റ് വരുന്നത്. എന്തായാലും +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. +2 കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. +2ൻ്റെ ഒപ്പം എഴുതാം കേട്ടോ. +2 ആകുമ്പോഴും എഴുതാൻ പറ്റും. +2ലും എഴുതാം, +2 കഴിഞ്ഞിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ഒരു അറ്റംപ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും ഒരാൾക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ മക്കളെ ഇത് അടിച്ചെടുക്കാവുന്നുള്ളൂ. എയർഫോഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല അടിപൊളി ഫോഴ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നല്ലൊരു ഓപ്ഷൻ ഇല്ല ഫോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക്. ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും എന്തായാലും എനിക്ക് നല്ല ഓഫീസർ റാങ്കിൽ, വെറുതെ സാധാ പോസ്റ്റായിട്ടൊന്നായിട്ട് കയറാം, നല്ല ഓഫീസർ റാങ്കിലാണ് കയറാം. ഓക്കെ, നല്ലൊരു പിന്നെ അറിയാലോ, നല്ല മിലിറ്ററി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മക്കളെ NDA is the ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് അതിൽ എഞ്ചിനീയർ ആവാൻ പറ്റും, അതിൽ ഡിഗ്രി എടുക്കാം, അവർ തന്നെ ഡിഗ്രി എടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് എന്താണോ, അതൊരു അക്കാദമിയാണ്,
അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ പഠിക്കാം. ഓക്കെ, അതിലേതാണ് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം എൻട്രൻസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കീം അല്ലേ, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിസിൻ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞ കീമാണ്. പണ്ടൊക്കെ മെഡിസിനൊക്കെ ഇതിലായിരുന്നു, പക്ഷേ ഇപ്പോൾ നീറ്റ് ആയതുകൊണ്ട്, ഓൾ ഇന്ത്യ ആയതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ആർക്കിടെക്റ്റിനും എഞ്ചിനീയറിങ്ങിനും മാത്രമേ ഉള്ളൂ, ഫാർമസി കോഴ്സിനും ഇതിനൊക്കെ ഉള്ളൂ. ഓക്കെ, ആർക്കിടെക്റ്റിനും വേറെയാണ് കേട്ടോ, ആർക്കിടെക്റ്റിനും വേറെയാണ്, ഫാർമസി കോഴ്സുകൾക്കും എഞ്ചിനീയറിങ്ങിനും മാത്രമാണ് ഇപ്പോൾ കീം എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാവും സാറേ കീമാണ് ഇതിൽ കുറച്ച് താഴെ നിൽക്കുന്നത്, അതായത് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്ന എക്സാം. സിമ്പിളെന്ന് ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്ന എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ കീമാണ് ഈ 3 എക്സാമിൽ. കാരണം JEE ആണ് ഏറ്റവും മുകളിൽ, അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ NDA, അത് കഴിഞ്ഞിട്ടാണ് എന്ത് കീം. ചിലപ്പോഴൊക്കെ NDAയും JEE ഒക്കെ ഏകദേശം സെയിം റേഞ്ചിൽ വരലുണ്ട്. കാരണം എന്താ വെച്ചാൽ ജനറൽ അവയർനെസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി പഠിക്കാനുണ്ട് NDAക്ക്, അതാണ് പ്രശ്നം. ഓക്കെ മക്കളെ, അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഈ എക്സാമിനെ പറ്റി കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് സംഭവം. ഇത്ര അറിഞ്ഞാൽ മതിയോ? മതി, ഇത്ര അറിഞ്ഞാൽ മതി. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ തുടങ്ങല്ലേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പറ്റുക സാറേ? ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും കുറച്ച് സമയം ഈ ഏത് എക്സാമിനാണ്, ഒറ്റ എക്സാമിനെ ഫോക്കസ് ചെയ്യുക, എല്ലാം പാടെ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ JEE ആണ് ഫോക്കസ് ചെയ്യുക, JEE നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10 15 ക്വസ്റ്റ്യൻസ് ടൈം വെച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലാതെ വെറുതെ അങ്ങോട്ട് ചെയ്ത് വെക്കരുത്. ടൈം വെച്ചിട്ട് ചെയ്ത് നോക്കാം. ചാപ്റ്റർ വൈസ് ആയിട്ട് ആദ്യം ചെയ്യാം, പിന്നെ +1 കഴിഞ്ഞ് +2ലേക്ക് പോകുമ്പോൾ +1 മൊത്തം ചെയ്ത് നോക്കാം. നമ്മൾ ബ്രെയിനിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പക്കയാക്കി കൊണ്ടുവരിക. അങ്ങനെ ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സാറേ ചോദ്യങ്ങളൊക്കെ എവിടെ കിട്ടും? ചോദ്യങ്ങളൊക്കെ എങ്ങനെ സെർച്ച് ചെയ്യണോ? ഒന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ടൊക്കെ സെർച്ച് ചെയ്തെടുക്കാം. പക്ഷേ ചാപ്റ്റർ വൈസ് ഒക്കെ എങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നു നമുക്കറിയില്ല. അതുപോലെ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കാം, എങ്ങനെ വേണമെങ്കിൽ നോക്കാം. പക്ഷേ നമ്മളെങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിൽ +1ൻ്റെ ട്യൂഷനും ഉണ്ടായിരിക്കും, +1ൻ്റെ അഗ്നി ബാച്ചിൻ്റെ ട്യൂഷനിലെ എല്ലാ ക്ലാസ്സും ഉണ്ടായിരിക്കും. പ്ലസ് അതിൻ്റെ ഒപ്പം എന്തും കൂടി ഉണ്ടായിരിക്കും, JEEക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അല്ലേ, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ടായിരിക്കും കേട്ടോ. ചാപ്റ്റർ വൈസ് JEE വർക്ക്ഷീറ്റ് ഇതൊക്കെ വെച്ചിട്ട് മതി, നിങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട, ക്വസ്റ്റ്യൻ തേടി പോകണ്ട, ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സാറേ പ്രമോഷനാണോ? ഞാൻ അതിനെപ്പറ്റി പറയണോ? മക്കളെ പ്രമോഷനല്ല, ഞങ്ങൾ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. ഇവിടെ അത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ നിർബന്ധിച്ച് തന്നെ ജോയിൻ ചെയ്യണം, തന്നെ പഠിക്കണം അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ ആവില്ല എന്തായാലും. അത് നിങ്ങൾ മുന്നേ ജോയിൻ ചെയ്തവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള മനസ്സ് കൂടി വേണ്ട. അല്ല ജോയിൻ ചെയ്തു, ഓക്കെ ജോയിൻ ചെയ്തു, ഇനി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടിച്ചെടുക്കണം മക്കളെ. ഒരിക്കലും നമ്മുടെ ഭാവി, ചിലരൊക്കെ പറയും ഇന്നൊരു ഡിസിഷൻ തെറ്റായി, ചിലർ കുറച്ച് കഴിഞ്ഞ പോലൊക്കെ പറഞ്ഞേക്കാം ആ ഒരു ഡിസിഷൻ ഞാനൊന്ന് പോയിട്ട് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് അതൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ പറ്റിയെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു എന്ന്. പക്ഷെ മക്കളെ അത് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് കയറാൻ പോകുന്ന മക്കളാണ്. ഈ ഒരു ഡിസിഷൻ നിങ്ങൾ പക്കയാക്കി എടുത്തിരിക്കണം, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, പക്കയായിട്ട് എടുത്തിരിക്കണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും എന്ത് ചോദിക്കണം, ചോദിക്കാം. പക്ഷേ ഒപ്പീനിയൻ മാത്രമേ ചോദിക്കാവൂ, അല്ലാതെ അവർ പറയുന്ന അതുപോലെ എടുക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക, പക്കയായിട്ട് ചെയ്യുക. അത് ശരിയായാലും തെറ്റായാലും നമ്മുടെ ഡിസിഷനാണത്, അതെന്താ ചാവട്ടെ. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നിങ്ങൾ എൻജിനീയറിംഗ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്യേ. ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ഒരു 10 ക്വസ്റ്റ്യൻ കിട്ടുന്ന രീതിയിലൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പക്ഷേ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇതിൽ വേണ്ടതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ആ ഒരു 2 കൊല്ലം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് മാത്രം മതി. ചില സ്ഥലത്തൊക്കെ നമ്മൾ തളരും, ചില സമയത്തൊക്കെ വേണ്ട തോന്നി എടുത്തെറിഞ്ഞ് പോകാനൊക്കെ തോന്നും. പക്ഷെ അതിലൊന്നും വീഴാതെ ആ 2 കൊല്ലം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും ഇതിലൂടെ, എന്നാൽ നിങ്ങൾക്ക് 100% കിട്ടും. 100% നിങ്ങൾക്ക് JEE അഡ്വാൻസ് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ഒരു പേടിയും പഠിക്കണ്ട. സെറ്റാണ്. അപ്പോൾ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കും വേണ്ടിയിട്ടും വിട്ടുകൊടുക്കരുത്. നമ്മുടെ ലൈഫ് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി വേണം, നല്ലൊരു പൊസിഷനിൽ നമ്മൾ എത്തണം.
ഓക്കെ, അപ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രാർത്ഥനയും. നിങ്ങൾ പിന്നെ ഒറ്റയ്ക്കല്ല കേട്ടോ മക്കളെ, ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒറ്റപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. അതിലുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യരുത്. ഒറ്റയ്ക്കല്ല നിങ്ങൾ. ഏതൊരു കോമ്പറ്റീവ് എക്സാം ആണെങ്കിലും ഞങ്ങൾ എക്സാമിനർ ഫാമിലി, നമ്മൾ ഒരുമിച്ച് അല്ലേ, നമ്മളെ എക്സാമിനർ ഫാമിലി നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരിക്കും. എക്സാം ആളിൽ മാത്രമേ നിങ്ങൾ സത്യത്തിൽ ഒറ്റപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പം തന്നെ തീരുമാനിക്കുക. സൈനിങ് ഓഫ്, സായി കൃഷ്ണൻ. ബൈ ബൈ.